ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ എത്ര നോൺ വെജിന് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ വയറിനും അതുപോലെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് വെജിറ്റബിൾസ് മാത്രമേ കഴിയുള്ളൂ. വെജിറ്റബിൾസിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാം തരം ഒരു ചുരക്കിക്കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. ഊണിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതേപോലെ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചുരക്കിക്കറി ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് പാത്രത്തിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ചുരക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 500 ഗ്രാം അളവിൽ ചുരക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നീളനെ അരിഞ്ഞെടുത്ത അര സബോള, ഒരു 2 പച്ചമുളക് സ്ലൈസായി നുറുക്കിയത്. ഇത് നാടൻ മുളകാണ്. നാടൻ മുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി കറി വെന്ത് വരുന്ന നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സാധാരണ ജീരകം, അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി വേവിച്ച് തുടങ്ങിയിട്ട് അല്പസമയമായിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിൻ്റെ വേവൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചിരക്കൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ കറിക്ക് പുളി കിട്ടാനായിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടാതെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാടൊന്നും നമുക്ക് തിളപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് തള വന്ന് തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടുന്ന് എടുത്തു മാറ്റാം. ഇനി കറി താളിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചുരക്കി കറി ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. ഊണിനോട് കഴിക്കാൻ പാകത്തിന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കറി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതുമയാർന്ന ഐറ്റവുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.